നമ്മുടെ രാജ്യം അഭിമാനകരമായൊരു നേട്ടം കൈവരിച്ചതിൻ്റെ വാർത്തയിലേക്കാണ് ഇനി. ഇന്ത്യ ലോകത്തിലെ തന്നെ 4ാമത്തെ വലിയ സാമ്പത്തിക ശക്തി എന്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരാണ് ഈ വർഷാന്ത്യ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സാമ്പത്തിക ശേഷി എന്നത് എത്ര എന്നതാണ് നമുക്ക് പരിശോധിക്കാവുന്നത്. ഇപ്പോൾ ഇന്ത്യ 4ാമത്തെ, അതായത് ലോകത്തിലെ തന്നെ 4ാമത്തെ സാമ്പത്തിക ശക്തിയിലേക്ക് ഉയർന്നിരിക്കുന്നു. നേരത്തെ അത് 5ാമത്തെ സാമ്പത്തിക ശക്തി എന്നതായിരുന്നു. ഇപ്പോഴത് 4ാമത്തെ സാമ്പത്തിക ശക്തി എന്നതിലേക്കാണ് ഉയർന്നിട്ടുള്ളത്. എങ്ങനെയാണ് ആ കണക്കുകൾ എന്നതുകൂടി നമുക്ക് ഒന്ന് പരിശോധിക്കാം. അതായത് ലോകത്തിലെ 4ാമത്തെ ശക്തിയായി ഇന്ത്യ വളരുമ്പോൾ ഇന്ത്യയുടെ GDPയുടെ മൂല്യം എന്നത് $4.18 ലക്ഷം കോടി ആയി ഉയർന്നിരിക്കുന്നു എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. അതായത് $4.18 ലക്ഷം കോടി GDP മൂല്യം ഉയർന്നതോടുകൂടി ഇന്ത്യ 4ാം സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ആരെയാണ് പിന്തള്ളിയത്? അത് ജപ്പാനെ പിന്തള്ളിക്കൊണ്ടാണ് ഈ നേട്ടം ഇന്ത്യ കൈവരിച്ചത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇനി വരാൻ പോകുന്ന കാലഘട്ടം എന്നത്, അതായത് അടുത്ത 2.5-3 വർഷത്തിനകം ജർമ്മനിയെ കൂടി ഇന്ത്യ പിന്തള്ളും എന്നതാണ് നമ്മുടെ പ്രതീക്ഷ. അതനുസരിച്ച് 2030 GDPയുടെ മൂല്യം എന്നത് $7.3 ലക്ഷം കോടി എത്തും. ഇപ്പോഴത്തെ 4.18 എന്നത് 2030 $7.3 ലക്ഷം കോടി എത്തും എന്നതാണ് റിപ്പോർട്ടുകൾ. രാജ്യാന്തര നാണയനിധിയുടെ ഔദ്യോഗിക റിപ്പോർട്ട് വരുമ്പോൾ മാത്രമാണ് ഈ 4ാം സ്ഥാനം നേടി എന്ന കേന്ദ്ര സർക്കാരിൻ്റെ വാദം സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ഡേറ്റകൾ പ്രകാരം ഇപ്പോൾ 4ാം സ്ഥാനത്ത് എത്തി എന്നുള്ളതാണ്. 2015 $2.1 ലക്ഷം കോടി ആയിരുന്നു ഇന്ത്യയുടെ മൂല്യം എന്നതാണ് ഇവിടെ ഓർത്തെടുക്കേണ്ടത്. അത് 2019 എത്തിയപ്പോൾ $2.8 ലക്ഷം കോടി ആയി ഉയരുന്ന പശ്ചാത്തലമുണ്ടായി. പക്ഷേ അതിനുശേഷം നമുക്കറിയാം, ഈ 2018 ആയിരുന്നു കോവിഡിൻ്റെ ഒരു വരവ്. അങ്ങനെ ഇന്ത്യയുടെ ഒരു സാമ്പത്തിക വളർച്ചയിൽ അത് ചലനം ആണ് സൃഷ്ടിച്ചത്. 2020 എത്തിയപ്പോൾ $2.6 ലക്ഷം കോടിയിലേക്ക് അത് താഴുന്ന സാഹചര്യം കൂടിയാണ് ഉണ്ടായത്. അതിനുശേഷം ലോകത്തിൻ്റെ വളർച്ചാക്രമത്തിലടക്കം വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലും അത് പ്രകടമാകുമോ, ഇന്ത്യ തളർച്ചയിലേക്ക് പോകുമോ എന്ന ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. ഇന്ത്യ അതിവേഗം കരകയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. നമുക്കറിയാം, പല വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളുമൊക്കെ കടുത്ത പ്രതിസന്ധിയിലായി എങ്കിൽ മറ്റ് ചില രീതികളിലേക്ക് നമ്മുടെ വ്യാപാര വ്യവസായ മേഖലയൊക്കെ മാറി ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിങ്ങുകൾ അധികമായ സാഹചര്യം ഉണ്ടാകുന്നു. ഹോട്ടൽ വ്യവസായങ്ങൾ കൂടുതൽ കരുപ്പിടിപ്പിച്ച പശ്ചാത്തലമുണ്ടാകുന്നു. അങ്ങനെ അതിവേഗം ഇന്ത്യ തിരിച്ചു കയറി എന്നുള്ളതാണ്. 2021 $3.1 ലക്ഷം കോടിയിലേക്കും 2024 $3.9 ലക്ഷം കോടിയിലേക്കും നമ്മുടെ മൂല്യം ഉയർന്നു. ഈ വർഷം $4 ലക്ഷം കോടി മറികടന്നുകൊണ്ടാണ് ഇന്ത്യ ഇത്രമേൽ വലിയ ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര നാണ്യനിധിയുടെ റിപ്പോർട്ടുകൾ പ്രകാരം അടുത്ത വർഷം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ മൂല്യം $4.51 ലക്ഷം ആകും എന്നുള്ളതാണ്. ജപ്പാനെയാണ് ഇപ്പോൾ പിന്തള്ളിയിട്ടുള്ളത്. അവിടെയാണ് $4.46 ലക്ഷം കോടിയായിരിക്കും ജപ്പാന്റെ മൂല്യം എന്നതാണ്. ഇങ്ങനെയാണ് ഇന്ത്യ വലിയ സാമ്പത്തിക ശക്തിയായി, 4ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറി എന്ന ഡേറ്റകൾ പുറത്തു വരുന്നത്. 2028 എത്തുമ്പോൾ $1 ലക്ഷം കോടി സമ്പദ് വ്യവസ്ഥ എന്ന നിർണായക സംഖ്യയിലേക്ക് ഇന്ത്യ എത്തുന്നു എന്നതുകൂടിയാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. അങ്ങനെ ഇന്ത്യ ബഹുദൂരം മുന്നോട്ട് പോകുമ്പോൾ അത് ഈ ഓരോ ഇന്ത്യൻ പൗരനെയും സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമാകുന്ന ഒരു നേട്ടം തന്നെയാണ്. നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രൻ ആണ് ചേരുന്നത്. രഞ്ജിത്ത്, നേരത്തെ തന്നെ ഇന്ത്യയെ വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റുക എന്നത് ഭരണകൂടത്തിൻ്റെ ലക്ഷ്യമാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറയുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. എന്തായാലും രാജ്യത്തിന് ഇപ്പോൾ അഭിമാനകരമാകുന്ന ഒരു നേട്ടം. ഇതിൽ IMFൻ്റെ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ഡേറ്റകൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, അതുപ്രകാരം ഇന്ത്യയുടെ മുന്നേറ്റം എത്രത്തോളം ഗുണകരമാകും? അഭിലാഷ്, ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നിരവധി ലോകരാജ്യങ്ങൾ വളർച്ചയിൽ വലിയ പ്രതിസന്ധി നേരിടുമ്പോഴാണ് ഇന്ത്യ സമ്പദ് രംഗത്ത് വലിയ കുതിച്ചുചാട്ടം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി ലോകരാജ്യങ്ങൾ കാണുന്നത്. സാമ്പത്തിക വിദഗ്ധരും ഈ വളർച്ച അതേപോലെ തന്നെ വരും വർഷങ്ങളിൽ തുടരും. അതായത് 5 ട്രില്യൺ സാമ്പത്തിക നേട്ടത്തിലേക്ക് ഉയരാൻ ഇന്ത്യ വളരെ വളരെ വേഗം തന്നെ സാധിക്കുമെന്നുള്ള വിലയിരുത്തലാണ് പൊതുവെ ഉണ്ടാകുന്നത്. കാരണം അത്രത്തോളം കാര്യങ്ങൾ ഇന്ത്യയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്.
അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇന്ത്യൻ സമ്പദ് വളർച്ചയുടെ അനുകൂല ഘടകങ്ങളായി ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് ആഭ്യന്തര ഉപയോഗത്തിലുണ്ടാകുന്ന വലിയ വർധനവ് അതിൽ പ്രധാനമാണ്. കാരണം ജനങ്ങളുടെ വാങ്ങൽ ശേഷി കാര്യമായി വർദ്ധിച്ച ഒരു പശ്ചാത്തലം, സാമ്പത്തിക നിലയിൽ വലിയ മാറ്റം ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം, വാങ്ങൽ ശേഷിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ കപ്പാസിറ്റി കൂട്ടുന്ന ഒരു സാഹചര്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്ന് അനുകൂലമായ ഡെമോഗ്രാഫിക് ട്രെൻഡിങ് ഇന്ത്യക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ടതാണ്. കാരണം വലിയ പോപ്പുലേഷൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പല സമയത്തും ഗുണപ്രദമാകുന്ന കാഴ്ച സാമ്പത്തിക രംഗത്ത് കാണുന്നുണ്ട് എന്ന് വിദഗ്ധർ വിലയിരുത്തുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ട്. ഇത് നയങ്ങളുടെ പരിഷ്കരണം കാര്യമായി തന്നെ കഴിഞ്ഞ 10-11 വർഷമായി ഉണ്ടാകുന്ന സാമ്പത്തിക രംഗത്തുണ്ടാക്കുന്ന നയങ്ങളുടെ പരിഷ്കരണം, ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രോഡക്റ്റുകളുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ ശാക്തീകരിക്കുക, കൂടുതലായി നമ്മുടെ വസ്തുക്കൾ ഉപയോഗിക്കുന്ന സാഹചര്യം ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുക എന്നതൊക്കെ വലിയ തോതിൽ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ കടന്നുവരവിനെ കാര്യമായി പ്രതിരോധിക്കാൻ ഇന്ത്യക്കായി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഒപ്പം സാമ്പത്തിക രംഗത്തുണ്ടായ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ ജപ്പാന്റെ കാര്യത്തിൽ ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ നമ്മൾ മറികടന്നു എന്ന കാര്യം പഠിക്കുമ്പോൾ അതിൽ ആഗോള വ്യാപാര യുദ്ധം ജപ്പാനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടിയായി എന്ന കണക്കുകൂട്ടലാണ് സാമ്പത്തിക വിദഗ്ധർക്കുള്ളത്. അതുപോലെ തന്നെ നയങ്ങളിലെ മാറ്റം അതായത് ഇന്ത്യ നയങ്ങളിൽ മാറ്റം വരുത്തതുപോലെയുള്ള വെല്ലുവിളിയാർന്ന പരിഷ്കാരങ്ങളിലേക്ക് ജപ്പാൻ പലപ്പോഴും മാറുന്നില്ല. അവരുടെ പരമ്പരാഗത സമ്പദ് വ്യവസ്ഥയെ കാര്യമായി മാറ്റിയെടുക്കാൻ അവിടുത്തെ സർക്കാരുകൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ഏറെ വെല്ലുവിളി നിറയുന്ന ഒന്നാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം രാജ്യത്തിനുള്ളിൽ നിശ്ചിത സമയപരിധിയിൽ ഉൽപ്പാദിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യമാണല്ലോ GDP. ആ വിഷയത്തിൽ ഇന്ത്യക്ക് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിദേശ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെ മൂല്യവും മറ്റും GDPയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എങ്കിൽ പോലും സാമ്പത്തിക ആരോഗ്യത്തിൻ്റെ സൂചിക എടുക്കുമ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ആഗോള വിപണനവും ഒപ്പം ആഭ്യന്തരമായ അതിൻ്റെ ഉപയോഗവും മറ്റും വല്ലാത്ത തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള കണക്കുകൂട്ടൽ സാമ്പത്തിക വിദഗ്ധർക്കുണ്ട്. അത് സ്വകാര്യ മേഖലയിലെ കമ്പനികൾ തന്നെ ഇന്ത്യൻ GDPയിലേക്ക് 32% സാധനങ്ങൾ സംഭാവന നൽകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ആഗോളതലത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ മെച്ചത്തിൻ്റെ അനുരണനങ്ങൾ ഇപ്പോൾ തന്നെ ലഭ്യമായി വരുന്നുണ്ട് എന്നുള്ളതാണ്. G20, IMF തുടങ്ങിയ അടക്കമുള്ള ഫോറങ്ങളിൽ വലിയ സ്വാധീനം ഇന്ത്യ ചെലുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. കാരണം 4ാമത്തെ സാമ്പത്തിക ശക്തിയായ ഇന്ത്യയെ ആ തലത്തിൽ പരിഗണിച്ചേ മതിയാകൂ എന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി. മറ്റൊന്ന് ഇൻ്റർനാഷണൽ കമ്പനികൾ, നാഷണൽ മാത്രമല്ല അന്താരാഷ്ട്ര കമ്പനികൾക്ക് ഇന്ത്യ വളരെ പ്രധാനപ്പെട്ട ഒരു ആകർഷകമായ വിപണിയായി മാറുന്ന ഒരു പശ്ചാത്തലം ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. നിക്ഷേപങ്ങൾ ഇങ്ങോട്ടേക്ക് പ്രവഹിക്കുന്നതിന്, കാരണം നമുക്കറിയാം ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനികൾ ഇന്ത്യയിൽ തങ്ങളുടെ ഉൽപ്പാദനം ആരംഭിച്ചിട്ടുണ്ട്. തങ്ങളുടെ പ്രൊഡക്ഷൻ്റെ ഒരു വലിയ ഹബ്ബായി ഇന്ത്യയെ മാറ്റിയെടുക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് വലിയ തോതിൽ നിക്ഷേപം വരുന്ന സാഹചര്യം കൂടി ഈ GDPയുടെ ഗ്രോത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം ചന്ദ്രയാൻ 5-ലൊക്കെയുള്ള ഇന്ത്യയുടെ അടക്കമുള്ള ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തം, സൈനിക സഹകരണം മെച്ചപ്പെടുത്തൽ, ഇന്തോ പസഫിക് മേഖലയിൽ സ്ഥിരത കൈവരുത്താനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ, ഇതൊക്കെ വലിയ തോതിൽ ഇന്ത്യയെ വലിയ ആകർഷകമായ ഒരു നിക്ഷേപ രാജ്യമായി മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം നമുക്കറിയാം ഈ അതിവേഗ സമ്പദ് വ്യവസ്ഥയെ വളർന്നതോടുകൂടി ജനങ്ങളുടെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ജീവ നിലവാരത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. ഒപ്പം അത്തരം കാര്യങ്ങളിൽ ഇന്ത്യക്ക് വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമ്പോഴും സാമ്പത്തികമായ അസമത്വം, ഈ സമ്പത്തിൻ്റെ വിതരണത്തിലെ അസമത്വം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. അതായത് സമ്പത്ത് ഒരു വിഭാഗം ആളുകളിൽ മാത്രം കുന്നുകൂടുന്നു എന്നുള്ള ഒരു പരാതി പലപ്പോഴും പ്രതിപക്ഷ കക്ഷികളടക്കം ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒപ്പം പണപ്പെരുപ്പവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഇപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതിന് നേരത്തെ നിർമ്മലാ സീതാരാമനൊക്കെ ബാങ്കുകളോട് കൂടുതൽ പണം, റിസർവ് ബാങ്കിനോട് പറ്റി കൂടുതൽ പണം വിപണിയിലേക്ക് ഒഴുക്കാനും ബാങ്കുകൾക്ക് നൽകാനും മറ്റും നിർദ്ദേശിച്ചിരുന്നു. അത് ആ തരത്തിൽ വന്നപ്പോഴേക്കും കാര്യമായ പണവിതരണം നടക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട ഒന്നാണ്. അഭിലാഷ്, റൈറ്റ്, തീർച്ചയായും രഞ്ജിത്ത് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ജനസംഖ്യ എന്നത് വലിയ തിരിച്ചടി നേരിടുന്നു. നമ്മുടെ ജനസംഖ്യ ഇത്രമേൽ ഉയർന്നു നിൽക്കുന്നത് രാജ്യത്തെ പാപ്പരത്വത്തിലേക്ക് നയിക്കുന്നു, ദാരിദ്ര്യം വർദ്ധിക്കുന്നു എന്ന ഒരു നിരീക്ഷണമായിരുന്നുവെങ്കിൽ എങ്ങനെ ഈ ജനസംഖ്യയെ അടക്കം പ്രയോജനപ്പെടുത്താമെന്ന് തിരിച്ചു ചിന്തിക്കുകയും അതിലൂടെ ഒരു തൊഴിൽ ഹബ്ബാക്കി നമ്മുടെ രാജ്യത്തെ മാറ്റുകയും ചെയ്തതോടുകൂടിയാണ് കൂടുതൽ നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് ആകർഷിക്കപ്പെട്ടത്. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു പശ്ചാത്തലമുണ്ടാകുന്നു. ഇലക്ട്രോണിക്സ് മേഖലയിലൊക്കെ വലിയ കുതിച്ചുചാട്ടം നടത്തിയെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. പ്രത്യേകിച്ച് മൊബൈൽ അസംബ്ലി രംഗത്ത് അടക്കം വലിയ മുന്നേറ്റമാണ്. എന്താണ് ഇത്തരത്തിൽ ഗുണകരമായത്? അതിൽ ആദ്യം എടുത്തു പറയേണ്ടത് GST
ഭേദഗതി എന്നത് തന്നെയാണ്. 2025 സെപ്റ്റംബർ മാസത്തിലായിരുന്നു GST പരിഷ്കരണം നടപ്പിലാക്കിയത്. അങ്ങനെ ഉയർന്ന GST ഉണ്ടായിരുന്ന പല ഉൽപ്പന്നങ്ങൾക്കും വില കുറഞ്ഞു. സാധാരണ ഉൽപ്പന്നങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ, വാഹനങ്ങൾ, ഗൃഹോപകരണങ്ങൾ, അങ്ങനെ നിരവധിയായ ഉൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞതോടുകൂടി വിപണിയിലേക്ക് കൂടുതൽ പണം എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സാധാരണക്കാരന് പർച്ചേസിംഗ് കപ്പാസിറ്റി വർദ്ധിച്ചു എന്നതും ഗുണകരമാകുന്നു. അങ്ങനെ പണം സംക്രമണം ചെയ്യുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. അതാണ് GSTയിലെ ഇളവാണ് ഇതിൽ പ്രധാനപ്പെട്ടതായി മാറിയിട്ടുള്ളത്. ഒപ്പം പണപ്പെരുപ്പ നിരക്ക് ഉയർന്നു നിൽക്കുമെന്ന് പൊതുവെ നിരീക്ഷിക്കപ്പെട്ടിരുന്നു ഈ കോവിഡിന് ശേഷമെങ്കിലും അത് താഴ്ന്നു തന്നെ നിലനിന്നു പോകുന്ന ഒരു പശ്ചാത്തലം കേന്ദ്ര സർക്കാരിന് വലിയ തോതിൽ ഗുണകരമായി എന്നതാണ് എടുത്തു പറയേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട 2 പോയിന്റ് GSTയും ഒപ്പം കുറഞ്ഞ പണപ്പെരുപ്പ നിരക്കും എന്നത് തന്നെയാണ്. എങ്കിൽ പലിശ നിരക്കുകൾ ഉയർത്തിയേക്കും എന്ന സൂചനകൾ ഉണ്ടായിരുന്നു. പൊതുവിൽ പ്രത്യേകിച്ച് അമേരിക്കൻ ഫെഡറൽ റിസർവ് അടക്കമൊക്കെ പലിശ നിരക്ക് കുറയ്ക്കുന്ന പശ്ചാത്തലത്തിലേക്ക് പോയ സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യയും വലിയ തോതിൽ പലിശ നിരക്ക് കൂട്ടുകയല്ല, മറിച്ച് കുറയ്ക്കുന്ന സാഹചര്യം, അത് ഗുണകരമായി എന്നുള്ളതാണ്. ഇതിൽ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടത് അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിൻ്റെ വില എന്നതാണ്. അതായത് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില ഉയർന്നു നിൽക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ വിലവർദ്ധനവ് നമുക്ക് അറിയാം. ഒരു കാലഘട്ടത്തിൽ നമുക്ക് താങ്ങാവുന്നതായിരുന്നില്ല. എന്നാൽ പിന്നീട് ഏതാണ്ട് സ്റ്റേബിളായി ഇത് പോകുന്നുണ്ട്. പക്ഷേ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞുവെങ്കിലും അതിൻ്റെ ആനുകൂല്യം സാധാരണക്കാർക്ക് ലഭിക്കുന്നില്ല. ഇന്ത്യയിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒന്നും വില കുറഞ്ഞിട്ടില്ല. അത് ഇങ്ങനെ നിലനിർത്തി പോകുന്നത് വില കുറച്ചാൽ അത് സാമ്പത്തികമായി പ്രതിസന്ധി സൃഷ്ടിക്കും രാജ്യത്തെ എന്ന ഒരു പൊതു നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന സാമ്പത്തിക നയങ്ങൾ അത് രാജ്യത്തിൻ്റെ പൊതുവായ വളർച്ചയിൽ ഗുണകരമാകുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അങ്ങനെയാണ് ഇന്ത്യ ഇപ്പോൾ ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയത്.